പെട്ടെന്ന് പോകാൻ കേട്ടോ, നടന്ന് പെട്ടെന്ന് പോവാൻ. ഗൈസ് വേണ്ട, രാവിലെ നേരം വെളുത്തപ്പോൾ ഇവരെല്ലാരും കൂടെ എന്നെ ഇട്ട് പണിക്ക് പോകാത്തതിനിട്ട് പീഡിപ്പിക്കുകയാണ് ഗൈസ്. ഒന്ന് ചെയ്യലെന്ന് പറയപ്പോ അത് എന്താണ് പറയുന്നത് മനസ്സിലാക്കണം. അവനങ്ങ് ദേഷിച്ചു. ഞാൻ എന്തിനു ദേഷിച്ച്? അത് ചൊറിഞ്ഞാൽ വലിയതാവുന്നുണ്ടോ അവളങ്ങനെ പറഞ്ഞു. എന്തിനു വലിയ? നിങ്ങൾ ഉരച്ചത് ഞാൻ നിങ്ങളിട്ട് ഉരക്കല്ലേ, അങ്ങനെയാണോ പറയുന്നത്? അച്ഛാ എന്തിനാണ് പരിപാടി? കാപ്പി പൊടി. എന്തിനു കാപ്പി? ഇഡ്ഡലിയും സാമ്പാറും. ഇഡലി കൊള്ളാവോ? ഇഡ്ഡലി കൊള്ളാം, നല്ല എരിവൊക്കെ ഉണ്ടേ. എരിവുണ്ടോ ഇഡലിക്ക്? സാമ്പാറിന്. ആഹാ, കണ്ടിട്ട് തോന്നണില്ലല്ലോ. കണ്ടില് തോന്നാൻ തിന്ന് നോക്കണം, എങ്കിലേ അറിയാവൂ. എനിക്ക് വേണ്ട ഇഡലിയും സാമ്പാറും. എനിക്ക് സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്. നമുക്ക് നല്ല എരിവാണ് സാമ്പാറിന്. മഞ്ചേ സാമ്പാറിൽ എന്തിനു കലക്കി കൊടുത്തത്? സാമ്പാർ കുറച്ച് വേണ്ടി. തള്ള എന്ത് ഇങ്ങനെ ഇരിക്കണ? വെളിയിലോട്ട് നോക്കുന്നുണ്ട്. വെളിയിലോട്ടിരിക്കുന്ന മന്ദഹാസം. അമ്മ ഇങ്ങനെ പ്രകൃതി ഭംഗിയാ. ഈ ചാക്കൊക്കെ എടുത്ത് ഫ്രണ്ടിൽ ഇട്ടേക്കണ എന്തിനിത്? ചാക്ക് ഉണങ്ങായിട്ടേക്കുന്നു. പല്ലൊന്നും തേക്കണില്ലേ? നമ്മൾ പല്ലേക്കാൻ പോകണം വരുന്നത്. ഇവിടെ വീട്ടിൽ കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ കാല് ചെറിയൊരു പ്രശ്നം, അതുകൊണ്ട് ഇന്ന് പോയില്ല. ഇന്ന് ലീവ് എടുത്ത്. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലൊരു പരിപാടി ഇപ്പോൾ ഉടനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളും വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ ഇന്നങ്ങ് തീർക്കാമെന്ന് വെച്ച്. അപ്പോൾ പല്ലിയേക്കാൻ പോകും. വാ 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 പല്ലിയേക്കാം, വിശക്കുന്നു. തോട്ടിലൊന്നും പോണ്ട, കിണറ്റിൻ്റെ മൂട്ട് പല്ലിയേക്കാം. പാ പണികളുണ്ട് ഇന്നുകൊണ്ട്. വീട്ടിലെ പരിപാടി എല്ലാം തീർക്കണം. മെയിൻ പരിപാടിക്ക് മുമ്പ് ഇവിടുത്തെ എല്ലാം ക്ലീൻ ആക്കണം. ഇവിടെ മൊത്തം അങ്ങോട്ട് കാണിച്ച് അവിടെ മൊത്തം ക്ലീൻ ചെയ്യണം. കാട് പിടിച്ച് കിടക്കുകയാണ്. ഇങ്ങോട്ട് കാണിച്ച് ഈ ഭാഗം മൊത്തം ഇന്ന് അടിപൊളിയാക്കണം. എന്തായാലും ഞാൻ ഇന്ന് വീട്ടിലുണ്ട്. ബാക്കി പരിപാടികളൊക്കെ കഴിയും. അപ്പം ആദ്യം പല്ല് തേക്കാൻ നല്ല ഉള്ളി കൊടുക്കണം. വിശക്കുന്നു. വാ വാ നീയും വാ. എൻ്റെ ഇഡലിയും സ്പെഷ്യൽ ചമ്മന്തി എത്തിയിട്ടുണ്ട്. ഇത് ഇന്നത്തെ പോലെ ഫോക്കസ്. അമ്മ ഒന്ന് രാവിലെ വർക്ക് തുടങ്ങി കേട്ടാ. സംഭവം ഇതെന്തിനാണ് അമ്മ അരി കഴിവണ? അരി പൊടിപ്പിക്കാൻ കഴിവണോ? എനിക്ക് അറിഞ്ഞൂടാ. അരി ഊറ്റി വെച്ച് തോന്നിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുക. അപ്പോൾ അവർ പൊടിപ്പിച്ച് വറുത്ത് തരും. നല്ലൊരു വെള്ളം തോന്നും. ഇതെന്തിനാ? റേഷൻ അരി. റേഷൻ അരി, പച്ചരി, റോസരി എല്ലാം കൂടെയാണ്. എല്ലാം കൂടെ ഇട്ടാൽ നല്ലതാണ്. റേഷൻ കട ഞാനും വരുന്നു റേഷൻ കടയിൽ. ചീങ്കളി അരി മേടിച്ച പെണ്ണുങ്ങൾ ഈ അരി കോഴിക്ക് പട്ടിക്കും കൊടുക്കും. ഇത് പച്ചരിയും റോസരിയും എല്ലാം കൂടെ ഇട്ട് പൊടിപ്പിച്ച് വെച്ചാൽ അടിപൊളിയാണ്. പുട്ട് വയ്ക്കാൻ, ഇടിയപ്പം ഉണ്ടാക്കാൻ എല്ലാത്തിനും നല്ലതാണ്. ആളുകൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ കോഴിക്കും പട്ടിക്കും കൊടുക്കും. നല്ല അരിയാണ്. പട്ടിക്ക് കൊടുക്കുമോ അമ്മ? പട്ടിക്ക് ചോറ് വെച്ച് കൊടുക്കും, കൊള്ളൂലെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇത് പൊടിപ്പിച്ച അടിപൊളിയാണ്. അതാ മിക്കവർക്കും അറിയുന്നത്. അപ്പോൾ ഇത് പെട്ടെന്നായിട്ട് നമുക്ക് ഞാനും വരുന്നു മില്ലിൽ. പൊടിപ്പിച്ച് വെച്ചിരുന്ന ഇടി നമ്മൾ വലിയ എടുക്കുന്ന ഇടിയപ്പം ഉണ്ടാക്കാൻ ഒരാൾ സാധനം കൊണ്ട് വരുന്നുണ്ട. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചോണ്ട് വരണേ? ഉള്ളി പറക്കിയതാ. അതാണോ കുറച്ചു നേരം കാണാമായിരുന്നു? വാ കാപ്പി കുടിച്ചാ? കാപ്പി കുടിച്ചല്ലേ. ഇത്ര കിട്ടിയോളൂ. എന്നിട്ട് ഓ ഉണക്കിയെടുത്താ മതി. ഉണങ്ങിയതാ എന്നെ നനഞ്ഞ. ഞാൻ വരുന്നില്ല, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. ഇവന്റെ വാക്കുകൾ ഞാൻ അപ്പോഴേ വിശ്വസിക്കില്ലല്ലോ. ഞാൻ വരുമെന്ന് പറഞ്ഞില്ലല്ലേ? നീ വരുമെന്ന് പറഞ്ഞാലും വരുമെന്ന് എനിക്കറിയാം. എനിക്കിപ്പോൾ പണിയില്ല അമ്മ. അച്ഛനും വരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിൽ കയറാൻ പോണ അച്ഛൻ.
എല്ലാരും പോണില്ല. ഇരുപതിൻ്റെ മേടിക്കും. പപ്പടം ഒരു ഫ്രീ പ്രൊമോഷൻ കൊടുക്കാം. 2 പേർ പപ്പടം. ഇല്ല, ഇവിടെ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ 2 പേർ പപ്പടം മേടിച്ച്. പപ്പടം ഞാനാ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ട്. കുറച്ചേ ഉള്ളു. ഉറങ്ങിക്കിടന്ന് എന്നെ തുണി കഴുകാൻ പറഞ്ഞു വിട്ടു. തീർന്ന ചോറ് നിന്നിട്ട് കിടന്ന് ഉറങ്ങണം. നല്ല വിശപ്പ്. നല്ല ആയാടേ. മീൻകറി ആയില്ല. അല്ല, റോബോട്ടാ. അപ്പം 2 പാൻറ്റും കൂടെ ഉള്ളു. അതുകൂടെ കഴിഞ്ഞാൽ പറഞ്ഞ കണക്ക് ഈ മാസത്തേക്ക് പാൻറ്റ് കഴിയണ്ട. ഇതൊക്കെ നല്ല എറുമ്പുണ്ട് കേട്ടോ. ബാക്കി തുണി ഇരിക്കോ? അത് ഉണങ്ങിയാ? എറുമ്പുണ്ടാന്ന് നോക്ക്. ഈ ചെറിയ കടിക്കുന്ന എറുമ്പുണ്ടല്ലേ. അമ്മ മില്ലിൽ പോയിട്ട് വന്നു കേട്ടാ, അരി പൊടിപ്പിച്ചിട്ട്. ഞാനങ്ങോട്ട് ചെല്ലാം. മാത്രമേ ഉള്ള അടപ്പൊന്നും കുഴപ്പമില്ല. ഇവിടെയൊക്കെ വൃത്തിയാക്കണം പറഞ്ഞിട്ട് വൃത്തിയാക്കണില്ലേ? ഇന്ന് തന്നെ വൃത്തിയാക്കണോ? ഇന്ന് തന്നെ വൃത്തിയാക്കണം. സംഭവം 6 മണിയായി. അത് കുഴപ്പമില്ല. ഉറങ്ങിപ്പോയി. വൃത്തിയാക്കാം.
ഇതിൻ്റെ ഇടയിൽ ഒരു മുല്ല നിൽപ്പുണ്ട്. മുല്ല നോക്കണം. കാട്ടുവള്ളിയല്ലേ, കാട്ടുവള്ളി. ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. സംഭവം ഇന്ന് വീട്ടിലുണ്ടായിരുന്നു. കുറേ നേരം ഒന്ന് ഉറങ്ങിപ്പോയതുകൊണ്ടാണ് ഇപ്പോൾ സന്ധ്യ സമയത്ത് ചെത്താൻ ഇറങ്ങിയത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും എനിക്ക് വൃത്തിയാക്കാൻ പറ്റില്ല. സംഭവം ഉറങ്ങിപ്പോയി. എന്നെ വിളിച്ചതുമില്ല. ഇവർ വിചാരിച്ച് ഞാൻ ഉറങ്ങട്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചില്ല. അപ്പം കുറച്ച് സമയമുള്ളതിൽ മിറ്റം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി. ബാക്കി ഇനി പിന്നീട് ഒരു ദിവസം വൃത്തിയാക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നമ്മൾ നാളെ വരാം. അതുവരെ ബൈ.